ഇങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഓരോ ത്യാഗം സഹിക്കുന്ന എത്ര അമ്മമാരുണ്ടല്ലേ നമ്മുടെ ചുറ്റിലും, സൂപ്പർ അമ്മമാർ അല്ലേ? അപ്പം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യം കണ്ടസ്റ്റൻസ് പാനലിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഷിംസി. നിഗി, ഈ എൻ്റെ അമ്മ സൂപ്പറാന്ന് പറയുന്ന പരിപാടിയിൽ അമ്മയ്ക്ക് തന്നെയാണ് ഫോക്കസ് പോകേണ്ടത്. ഈ പെർഫോമൻസിൽ വേറെ എവിടേക്കും ഫോക്കസ് പോയില്ല. അമ്മ തന്നെയായിരുന്നു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അതും ഞങ്ങളെയൊക്കെ കരയിച്ചുകൊണ്ട് സൂപ്പറായിട്ട് ചെയ്തു. താങ്ക് യു. ഹിമ. നിഗി, അടിപൊളിയായിരുന്നു. താങ്ക് യു. സജീഷ് ചേട്ടനും പിള്ളേരും എല്ലാവരും അടിപൊളിയായിരുന്നു. താങ്ക് യു. ഗ്രീഷ്മ. നിഗി ഇമോഷണൽ ആക്കി കളഞ്ഞു ഞങ്ങളെല്ലാവരും. നന്നായിട്ട് ചെയ്തു. പിന്നെ നികിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ ശരിക്കും ആ ഒരു ഫീലിങ്സോടുകൂടി തന്നെയാണ് പറഞ്ഞത്. എല്ലാം നന്നായി. ഓക്കേ. ദീപ. എല്ലാവരും നന്നായി ചെയ്തു. അശ്വതി, പിന്നെ ഇജിയുടെ കാര്യം പിന്നെ പറയണ്ട, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഓക്കെ ദീപ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ജഡ്ജസിനോട് ചോദിക്കാം. മീന ചേച്ചി. വളരെ വളരെ നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി ടച്ചിങ്. വളരെ സെൻറ്റിമെൻറ്റും കൂടുതൽ നന്നായിട്ട് കരഞ്ഞ് എല്ലാവരെയും കരയിപ്പിച്ചു. അതങ്ങനെയാണ് ഞാൻ പറയണം. ഹസ്ബൻഡ് ക്യാരക്ടറും വളരെ നന്നായിട്ട് ചെയ്തു. അതെന്തോ ബിക്കോസ് നിങ്ങൾ വൈഫ് ആയതുകൊണ്ട് ആ വൈഫ് വളരെ കൂടുതൽ കുറച്ച് എന്താ പറയാ, നാത്തൂനാണ്. അപ്പൊ അല്ലാണ്ട് ചീത്ത വഴക്ക് പറയാറില്ലല്ലോ. അത് നന്നായിരുന്നു. എന്റെ സിസ്റ്റർ. ഓക്കെ, നമ്മൾ പരിചയപ്പെട്ടില്ല. പേര് അശ്വതി. നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. താങ്ക് യു മീന ചേച്ചി. ബെന്നി ചേട്ടാ. നിഖിന, നന്നായിരുന്നു. ഒരു രചനാപരമായിട്ടൊരു കുഞ്ഞു വിഷയമാണിത്. പക്ഷേ ഓരോ അമ്മമാർക്കും ഇതൊരു വലിയ വിഷയമാണ്. മക്കളുടെ ജന്മദിനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു വലിയ വിഷയമാണ്. അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ രണ്ടുപേരും മനോഹരമായിരുന്നു. അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അഭിനയിക്കുന്നതെന്ന് തോന്നില്ലായിരുന്നു, അത്ര റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു കുട്ടികളുടെ പെർഫോമൻസ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബെന്നി ചേട്ടാ. വിനയ ചേച്ചി. നിഖിന മാം അഭിനയിച്ച് തകർത്തു. അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എക്സ്പ്രഷൻസുമാണ്, പിന്നെ മോഡുലേഷനാണ്, വോയിസ് മോഡുലേഷൻ. ഈ ദുഃഖം, സന്തോഷം എല്ലാം ഈ റേഡിയോ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ ഓഡിയോ മാത്രമേ ഉള്ള സാധനങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോഡുലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. നന്നായിരുന്നു പെർഫോമൻസ്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ വിനയ ചേച്ചി. പൂർണിമ ചേച്ചി. നിഗി അസലായിരുന്നു. നിഗി, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അസലായിരുന്നു. ആക്ടേഴ്സ് ആട്ടോ നിങ്ങൾ എല്ലാവരും. ശരിക്കും അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്ത് പ്രേക്ഷകരെ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയല്ലേ ബെൻചേട്ടാ? നമ്മൾക്ക് കംപ്ലീറ്റ്ലി ആ പ്രേക്ഷകരുടെ അറ്റൻഷൻ നമ്മുടെ അടുത്ത് തന്നെ നിർത്താൻ പറ്റുക എന്ന് പറയുന്നത്. സാധാരണ കുട്ടികളാണ് ഇത്തിരി ഓവറായിട്ട് ചെയ്യുന്നത്. കുട്ടികളും ഭയങ്കര നമ്മളുടെ ബീറ്റും വളരെ ആ ബീറ്റ് ഒരേപോലെ അവിടെ ഇരുന്നിട്ട് അവര് വെള്ളം കഴിക്കുമ്പോ കാലൊക്കെ ഇങ്ങനെ ചെയ്ത് സോ ക്യൂട്ട്. ദ ഇന്നസെൻസ് വാസ് സോ ബ്യൂട്ടിഫുൾ. അസലേ ചെയ്തു. വളരെയധികം ഇഷ്ടമായി. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ഇനി മുന്നോട്ട് എല്ലാവരും ഇവിടെ നിന്നാണ് ഇനി മെഷർ ചെയ്യുക. യെസ്. ഓക്കെ, സോ യാ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. പിന്നെ എനിക്ക് ഐ വോണ്ട് ടു ടെൽ, ആ ഫിനിഷിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ സൂപ്പർ. ഫിനിഷിംഗ് വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. വളരെ നന്നായിരുന്നു.